ഇനി നിങ്ങൾ ഇവിടുന്ന് കഥ ശരിയാവാതെ എങ്ങോട്ട് പോകില്ല ഓ ഒറ്റ രാത്രി കൊണ്ടല്ലേ? ആ ഒറ്റ രാത്രി. ഇത് 86 അല്ലേ? ആണോ? കാരണം ആ വർഷം ആണ് അച്ഛൻ ഏറ്റവും കൂടുതൽ കഥ എഴുതിയിട്ടുള്ളത്. ആ വർഷം എനിക്ക് തോന്നുന്നു ആ വർഷം 86 ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്, മഴ പെയ്യുന്ന മദ്ദളം കൊട്ടുന്നു, ഒരു കഥ വരുന്ന ഉണക്കഥ, ഹലോ മൈ ഡിയർ റോങ് നമ്പർ, ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം, സന്മനസ്സുള്ള സമാധാനം, ടി പി കലഹോലം. ഒറ്റ വർഷം 1 2 3 4 5 6 7 8 9 പടം, 10 പടം. എല്ലാം സ്ക്രിപ്റ്റും ഉണ്ടല്ലോ ഇല്ലേ? 86 10 പടം എഴുതിയിട്ടുണ്ട്. ഒരു മാസം ഒരെണ്ണം വെച്ച് 10 മാസം 12 മാസം. അപ്പൊ ഇത് ഇറങ്ങുക എഴുതുക അങ്ങനെയായിരുന്നു. അന്നേരം വീട് എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സത്യമായിട്ട് എപ്പോഴും പറയുന്ന കാര്യം എന്താ പറഞ്ഞാൽ, ശ്രീനിനെ കൊണ്ട് സ്ഥലം എടുപ്പിക്കണം, എന്നാ പിന്നെ ശ്രീനി വേഗം എഴുതുന്നു. പൈസക്ക് ബുദ്ധിമുട്ടുള്ള ഇല്ലേ? എന്തെങ്കിലും എന്നാ പിന്നെ വീട് വെക്കുന്നുണ്ട്, പൈസക്ക് ബുദ്ധിമുട്ടുള്ള അതുകൊണ്ടാണ് അങ്ങനെ ഇരുന്ന് എഴുതിയത്. അന്നേരല്ല പറയാറുണ്ട്. അപ്പൊ ആ സിനിമകൾ ഇറങ്ങിയ സമയത്താണ് ഈ സ്ഥലമൊക്കെ വാങ്ങുന്നത്. ഇത് മറ്റേ പ്രൊഡ്യൂസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് മേടിച്ചാന്ന് എനിക്ക് തോന്നുന്നു. 2 പടം പ്രൊഡ്യൂസ് ചെയ്ത പൈസക്ക് മേടിച്ചല്ലേ? പിന്നെ എന്നെ നിർത്തിയത് പ്രൊഡ്യൂസിങ്? വൈകുന്നേരം പൈസ ആയതുകൊണ്ടാണോ? അതുമല്ല, അതിൽ നിന്നാണ് അന്ന് കിട്ടിയ പൈസ കൈ നീട്ടൊക്കെ ഇപ്പോഴും തരുന്നൊക്കെ ബാങ്കിൽ ഇങ്ങനെ കൂട്ടി വെച്ചേക്കുവാണല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോഴാണ് 10 കഥ അല്ലേ, ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഒരു സിനിമ ഇൻഡസ്ട്രിയിലും. ഏറ്റവും കൂടുതൽ കഥ സ്ക്രിപ്റ്റ് എഴുതിയ മലയാളത്തിൽ സാരംഗമണിയായിരിക്കും അല്ലേ? പുള്ളിയല്ലേ ഏറ്റവും കൂടുതൽ നമ്പേഴ്സ്? പുള്ളിയുടെ പേരിലാണോ ഏറ്റവും കൂടുതൽ സ്ക്രിപ്റ്റ് എനിക്കറിയില്ല. പുള്ളി 100 മുകളിൽ എഴുതിയിട്ടുണ്ട്. ചെയ്യുന്ന എല്ലാ പടങ്ങളിലും പുള്ളി പിന്നിലുള്ള ആളാണ്. എല്ലാ കഥയുടെയും പിന്നിൽ പുള്ളിയാണ്. ശ്രീചേട്ടൻ മൊത്തം കഥ 70ഓളം എഴുതിയിട്ടുണ്ട് അല്ലേ? 70 കഥയാണ് അല്ല 50ഓളം. അതിൽ കൂടുതലുണ്ടല്ലോ. അതിൽ കൂടുതലുണ്ടോ? എന്റെ കണക്കിൽ 50 ഉള്ളൂ. ബാക്കി നിങ്ങളും അല്ല ഇല്ല, അതിനൊന്നും ചെയ്യേണ്ടി വന്നില്ല. കമലിന് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ശരിയാവാത്തത് മാറ്റി വെച്ചിട്ട് ഞാൻ എഴുതിയാണ് പാവം പാവം ഞാൻ എഴുതി. അതൊരു യഥാർത്ഥ സംഭവം. ഞാൻ കോളേജിലുള്ളപ്പോൾ എൻ്റെ കൂട്ടുകാർ കൂടി ചെയ്ത ഒരു കൊമേഴ്സിലാണ് എൻ്റെ കഥ. അവളെ കാണിക്കാൻ വേണ്ടി. ആദ്യം അത് പിന്നെ ഈ മഴ പെയ്യുന്ന മദ്ദളം കൊട്ടുന്നു, ബോയിങ്, പിന്നെ അരം പ്ലസ് അരം കിന്നരം. ഇതിലൊക്കെ പ്രധാന നായകനും പിന്നെ സൈഡിൽ വരുന്ന ആൾക്കാരൊക്കെ പൂവാലന്മാരും മറ്റേ വായനൊക്കെയുള്ള. അപ്പൊ ഈ അറിയാവുന്ന പശ്ചാത്തലം അവിടെ നമ്മൾ ആളറിയാം 3 പേരും. എന്നിട്ട് എന്നാ പറയാ, കോഴികളെന്നാ വിളിക്കുക ഇവിടെ ഇപ്പത്തെ. പണ്ട് പൂവാലന്മാരുണ്ടല്ലോ. അപ്പൊ ഈ പൂവാലന്മാരെ പറ്റി എഴുതുന്ന സമയത്ത് അന്നത്തെ നിങ്ങളെ കാലത്ത് ഉണ്ടായിരുന്ന അനുഭവങ്ങളാണോ? അതെയോ? കുറച്ചൊക്കെ ഉണ്ടാവും. അല്ല അന്നേരം പറയാറുണ്ട് കോളേജില് അങ്ങനെ അമ്മേനെ ഞാനൊന്നും ഇല്ലായിരുന്നു അന്നേരം. കോളേജിൽ പഠിക്കുമ്പോ
അമ്മ എന്നെ അഭിനയത്തിന് ഗുരുവാ. ഓൾറെഡി വളഞ്ഞിരിക്കുകയായിരുന്നു. അല്ല, അഭിനയത്തിന്റെ ഗുരുവാണ് ഇവിടെ. എന്റെ അഭിനയത്തിന്റെ ഗുരുവാണ്. അതായത് ഞാൻ കാക്കാശ് ഗതിയിലെ ഇങ്ങനെ തണ്ണി കിടക്കുന്ന ഒരു കാലത്താണ് ഇവിടെ കാണുന്നത്. ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു ഇത് തരക്കേടില്ല, ഇവിടെ ജോലിയൊക്കെ ഉണ്ട്, കാശുണ്ട്, ഇവിടെ ഇങ്ങനെ വളക്കാൻ നോക്കുമെന്ന് വിചാരിച്ചു. അതിനുള്ള അപ്പോൾ ഞാൻ പ്രേമം വരുന്നതിന് മുമ്പ് തന്നെ പ്രേമം അഭിനയിക്കാൻ തുടങ്ങി. അഭിനയിച്ച് പ്രണയിച്ചാന്ന് അതിപ്പോഴാ പറയുന്നത്. ഇപ്പോഴാണ് പറയണത്. ചതിക്കപ്പെട്ടത് ഇപ്പോഴാണ് അറിയുന്നത്. അല്ല, പക്ഷേ ഇവിടെ റിയൽ പ്രേമാന്ന് ഇവിടെ വീണു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ അഭിനയം ഭരിക്കുന്നുണ്ട്. അപ്പോഴാണ് അറിഞ്ഞത് ഉള്ളിൽ അവിടെ നേടുന്നുണ്ട്. ഇവിടെ വിശ്വസിച്ചില്ലേ? അപ്പോഴാണ് നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന നടനുണ്ടെന്ന് മനസ്സിലായത്. അതെ, അതെ, ഇവിടെ ഞാൻ അതുകൊണ്ടാണ് ഇവിടെ ഞാൻ എന്റെ ഗുരുവായിട്ട് കാണുന്നത്. ഹാപ്പി വിഷു. ഹാപ്പി ആയില്ലേ? മറുപടി ഒന്നും പറയാനില്ല അതിന്. മറുപടി പ്രണയം അഭിനയിച്ചായിരുന്നു. നല്ല പൈസയും ജോലി ഉള്ളതുകൊണ്ട്. അതൊന്നും എനിക്കറിയില്ലായിരുന്നു. അല്ല, എന്നാലും ചേച്ചിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? ഇവിടെ പൈസയായിരുന്നു. ഇവിടെ പൈസയായിരുന്നു. പറയാൻ പറ്റുമോ നമുക്ക്? ഒരാള് പറഞ്ഞില്ലേ? എനിക്കൊന്നും അറിയില്ല. സൗന്ദര്യം, സ്വഭാവം ഉഴപ്പി നടക്കുന്നല്ലേ എല്ലാരും പറയല്ലേ കോളേജിൽ നിന്ന്. പൊതുവെ ഉഴപ്പന്മാരോട് ഭയങ്കര പെൺകുട്ടികളുടെ ഇഷ്ടമുണ്ടോ? ടീച്ചറായിരുന്നു നമുക്ക് എന്ത് കാരണം? എല്ലാ ഞാൻ ടീച്ചറൊന്നും അല്ലായിരുന്നു, കോളേജിൽ പഠിക്കാം. ടീച്ചറാന്നല്ലേ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. അല്ല, അമ്മ പറഞ്ഞ അമ്മ ട്യൂഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് പണ്ട് അച്ഛൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോ കണ്ടതാണ് അമ്മനോട് കഥ. അച്ഛൻ ട്യൂഷൻ പഠിപ്പിച്ചോണ്ട് കോളേജിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അത് അതാ അമ്മ ഞാൻ കോളേജിൽ പോകുന്നു. അമ്മ കോളേജിൽ പോകുന്ന സമയം ആദ്യം കാണുന്നത് എങ്ങനെയാ? അപ്പൊ തന്നെ എനിക്ക് ജോലിയും കിട്ടി. അതാണ് പറഞ്ഞത്. അധികം വൈകാതെ. അല്ല, ഇത് ഞങ്ങൾ ചോദിച്ചാൽ പറഞ്ഞ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്? ഇത് പറഞ്ഞ പൈസയും ഇതുകൊണ്ട് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത്? അതിപ്പോ എന്നാ പിന്നെ ഇവരോട് ചോദിക്കാം. ആ ചോദ്യം ഇവരോടല്ലേ ചോദിക്കേണ്ടത്. അമ്മ നൈസായി കിട്ടുന്നതാണല്ലേ. പുതിയ തലമുറയിലൊക്കെ എല്ലാവർക്കും അറിയാം. കഷ്ടപ്പെട്ട് ഇപ്പൊ ഫോൺ എല്ലാം ഉണ്ടല്ലോ അമ്മ. മൊബൈലും ഇതൊന്നും ഇല്ലല്ലോ, കത്തുകളും. പക്ഷെ അതെനിക്കറിയില്ലപ്പ. അതിന് ഉത്തരം പറഞ്ഞു തരുന്നത് നിങ്ങളോട്.